Hi friends, welcome to Varma's Veggie World. ഇന്ന് നമ്മൾ ഐസ്ക്രീമിലും അതുപോലെ തന്നെ കേക്കിലൊക്കെ ചേർക്കുന്ന ടൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ പപ്പായ ചിലപ്പോൾ വേറെ വേറെ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. കൊപ്പക്കായ, കപ്പളങ്ങ, ഓമയ്ക്ക, അങ്ങനെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പപ്പായ. ഇതിന്റെ വലിയൊരു ഭാഗം നമ്മൾ ഉപയോഗപ്പെടുത്താണ്ട് വെറുതെ നശിച്ചു പോവാണ് പതിവ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്കും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറമേ നിന്ന് ടൂട്ടി ഫ്രൂട്ടി വാങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്ക് തീർച്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരും ഫീഡ്ബാക്സ് ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കണ്ടിട്ട് വരാം എങ്ങനെയാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കണമെന്നുള്ളത്. ഞാനിവിടെ ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു പപ്പായാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കണ പപ്പായാണിത്. അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം മാറ്റി വെച്ചേക്കണതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഏകദേശം ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ ഒക്കെ ഒരു വലിപ്പത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ ഞാൻ ഇവിടെ അരിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് പപ്പായ അരിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ സ്ക്വയർ ആയിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അതിന് ഈ വാലറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് കളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ക്വയർ ആയിട്ട് തന്നെ ഫുള്ള് അരിയാൻ പറ്റും. ഞാൻ പപ്പായ ഒട്ടും വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഫുള്ള് അരിഞ്ഞെടുക്കുക ചെയ്തത്. അവർക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ അരിഞ്ഞോളൂ. ഇതിന് ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി വെക്കുക. എന്തെങ്കിലും പശയുടെ ഒക്കെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ അങ്ങോട്ട് പപ്പായ അങ്ങോട്ട് ഫുള്ളാണ്ട് വെന്ത് പോലെ ഒരു സെമി കുക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മുടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പപ്പായ അളന്ന് നോക്കിയിട്ടോ. നമുക്ക് മെഷറിംഗ് കപ്പിൽ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പപ്പായയാണ് കിട്ടിയേക്കണത്. അതായത് ഏകദേശം ഒരു 1/2 കിലോളം പപ്പായ ഉണ്ടായിരിക്കും. നമുക്ക് ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ ഇതൊന്ന് സെമി കുക്കായിട്ട്, അതായത് വല്ലാണ്ട് വെന്തൊന്നും പോരുത്, ഒരു 5 മിനിറ്റ് മാക്സിമം അതിന്റെ ഉള്ളിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. പപ്പായ ചേർക്കണം കേട്ടോ. അതിക്ക് വെള്ളം ആവശ്യത്തിന് എടുത്തോളൂ. പപ്പായ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തോളൂ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പപ്പായ അതിലേക്ക് ചേർക്കാം. വെന്ത് പോരുത് വല്ലാണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ സെമി കുക്കായിട്ടുണ്ട്. 5 മിനിറ്റോളം ഞാൻ ഇവിടെ നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. വെള്ളം വാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് പോക്കോട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു പഞ്ചസാര സിറപ്പ് റെഡിയാക്കാം. അപ്പൊ ഞാനിവിടെ പറഞ്ഞല്ലോ 2 കപ്പോളം പപ്പായാണ് എടുത്തേക്കണത്. അതുകൊണ്ട് ഞാനൊരു 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഇവിടെ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്ന സമയം കൊണ്ട് നല്ലൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാം.
ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്താക്കണേ കേട്ടോ. 3 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത്. 1.5 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങി. അതിലേക്ക് പഞ്ചസാര ചേർക്കാണ്. ഞാൻ ഇവിടെ അളന്ന് വെച്ചേക്കണ പഞ്ചസാരയാണ്. 3 കപ്പ് പഞ്ചസാരയുണ്ട്. പഞ്ചസാര ഇതിലേക്ക് ചേർക്കാണ്. ഇനി പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചേക്കണ പപ്പായ ഉണ്ടല്ലോ, പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇവിടെ പാവൊക്കെ ഏകദേശം മുറുകിയിട്ടുണ്ട് കേട്ടോ. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പപ്പായ നമ്മൾ എത്ര കളറിലാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പാത്രങ്ങളിലേക്ക് പകുത്ത് വയ്ക്കാം. ഞാനിവിടെ 3 കളറിലാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിത് 3 ഭാഗമായിട്ട് പകുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 കൂടുതൽ കളറുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമൊക്കെ നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ബൗളുകളിലേക്ക് ഈ പപ്പായ പകുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർക്കാം. ഞാനിവിടെ ഒരു 4 ഡ്രോപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കളറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു ലെമൺ യെല്ലോ ആണിത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണ പപ്പായയാണ്. ഇനി ഈ പപ്പായ ഒരു 12 മണിക്കൂറോളം നേരം ഇങ്ങനെ ഇരിക്കണം. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഒരു 12 മണിക്കൂറോളം നേരം ഇരുന്നാലാണ് ഈ കളറൊക്കെ നന്നായിട്ട് പപ്പായക്ക് പിടിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നൈറ്റ് ഇങ്ങനെ വെക്കണം. അപ്പൊ നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ ഇത് വെക്കേണ്ടത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനൊരു മധുരരസം ഉള്ളത് കൊണ്ട് ഉറുമ്പൊന്നും വരാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറുമ്പൊക്കെ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചെയ്ത പോലെ ഒരു കിണ്ണത്തിൽ നിങ്ങളുടെ ബൗളുകൾ ഇറക്കി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉറുമ്പ് വരാത്ത ഒരു സംവിധാനത്തിൽ വേണം 12 മണിക്കൂറോളം നേരം നിങ്ങളിത് സൂക്ഷിക്കാനായിട്ട്. ഒരിക്കലും റെഫ്രിജറേറ്ററിലൊന്നും വെക്കില്ല കേട്ടോ. നമ്മളിത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ നോർമൽ ടെമ്പറേച്ചറിൽ ഒരു 12 മണിക്കൂറോളം നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായക്കൊക്കെ നന്നായിട്ട് കളർ പിടിക്കും. അപ്പൊ നമുക്ക് കാണാം ഒരു 12 മണിക്കൂറിന് ശേഷം. അപ്പൊ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് ഇവിടെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്കെ കളറൊക്കെ നന്നായിട്ട് പിടിച്ചു. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 3 കൂടി ഒന്ന് മിക്സ് ചെയ്യാം.